കിളിമാനൂരിൽ മദ്യലഹരിയിൽ ജീപ്പ് ഓടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾ മരണപ്പെട്ട കേസിലെ പ്രതി പിടിയിൽ. കുന്നത്തുകാൽ കാരക്കോണം കല്ലറത്തല ശ്രീവാസ് വീട്ടിൽ നിന്നും നെയ്യാറ്റിങ്കര പാലക്കടവ് ഒയാസിസ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന 39 വയസ്സുള്ള വിഷ്ണുവിനെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നും പിടികൂടിയത്. ജനുവരി 4 വൈകുന്നേരം 3 മണിയോടെ കിളിമാനൂർ പാപ്പാല ജംഗ്ഷന് സമീപമാണ് സംഭവം നടന്നത്. മദ്യലഹരിയിൽ അമിതവേഗതയിൽ പ്രതി സഞ്ചരിച്ചു വന്ന ജീപ്പ് കിളിമാനൂരിൽ നിന്നും പാപ്പാല ഭാഗത്തേക്ക് സഞ്ചരിച്ചു പോയ കിളിമാനൂർ കുന്നിന്മേൽ വാടയിൽ വീട്ടിൽ രജിത്ത്, ഭാര്യ അംബിക എന്നിവർ സഞ്ചരിച്ചു വന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അംബിക 7-ാം തീയതിയും രജിത്ത് 20-ാം തീയതിയുമാണ് മരണപ്പെട്ടത്. ഇതോടെ ഇവരുടെ 6-ഉം 4-ഉം വയസ്സുള്ള 2 മക്കൾ അനാഥരായി. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ജീപ്പ് നാട്ടുകാർ തടഞ്ഞ് വിഷ്ണുവിനെ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. തുടർന്ന് രജിത്തിന്റെ മരണത്തിന് പിന്നാലെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തി. വിഷ്ണുവിനെ ഒളിവിൽ പോകാൻ സഹായിച്ച നെയ്യാറ്റിങ്കര അതിയന്നൂർ കൊച്ചുമണ്ണറ വീട്ടിൽ ആദർശിനെ അറസ്റ്റ് ചെയ്തു. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കിളിമാനൂർ SHO ഉൾപ്പെടെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ആറ്റിങ്ങൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ കേസിലെ അപകട മരണങ്ങൾക്ക് ഇടയാക്കിയ സ്ഥലത്തും പ്രതി രക്ഷപ്പെട്ടുപോയ സ്ഥലത്തും പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നതിനും പ്രതിയോടൊപ്പം ജീപ്പിൽ സംഭവ സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നതിനും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശനൻ IPSന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് SHO ആസാദ് അബ്ദുൽ കലാം, പാങ്ങോട് SHO ജിനേഷ് ജെ, ആറ്റിങ്ങൽ SI ജിഷ്ണു, ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SI പ്രദീപ്, ASIമാരായ മനോജ്, ബൈജു, പ്രദീപ്, SCPO വിജേഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.